നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് 4 തരത്തിലുള്ള സാൻഡ്വിച്ചസ് ആണ് കേട്ടോ. 4 ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് തന്നെയാണ്, ഡിഫറെന്റ് ടേസ്റ്റും. അപ്പൊ കണ്ടു നോക്കൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ വീഡിയോ ആദ്യം കാണുന്ന ഒരാളാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പനീർ സാൻഡ്വിച്ചാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം നമുക്കൊരു പാനിലേക്ക്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ, ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് ഒനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി സോട്ട് ചെയ്തെടുക്കാം നമുക്ക്, നല്ല പച്ചമണമൊക്കെ മാറുന്നവരെ. ഇപ്പൊ നന്നായി സോട്ടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ടൊമാറ്റോവും 1/4 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. ഇതെല്ലാം വലിയ കപ്പാണ് ഞാൻ യൂസ് ചെയ്തത്. പനീർ ഇതിന്റെ ഡബിൾ ക്വാണ്ടിറ്റി ഉള്ള ഒരു വലിയ കപ്പിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ വറുത്ത ജീരകത്തിന്റെ പൊടി. അപ്പൊ ഇത് 3ഉം കൂടി നമുക്ക് നന്നായി സോട്ട് ചെയ്തെടുക്കണം. നല്ലവണ്ണം സോട്ട് ചെയ്യണം. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാട്ടോ വേണമെങ്കിൽ. ഇപ്പൊ ഇതിൽ ഒരുപാട് ടൊമാറ്റോ ഇടണ്ട, അപ്പൊ ടാങ്കിനെസ് കൂടും. ഇനി ഇതിലേക്ക് പനീറിനെ ആഡ് ചെയ്യണം. ഒരു വലിയ കപ്പ് പനീറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് നന്നായി ഒന്ന് സോട്ട് ആവട്ടെ. ഈ പനീർ എല്ലാറ്റിന്റെ കൂടെയും നല്ലവണ്ണം മിക്സ് ആവുന്നവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി നമുക്കതിനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം ഫിൽ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇല്ല എങ്കിൽ നമ്മുടെ സാൻഡ്വിച്ച് കുറച്ച് സോഗിയായി പോകും. ഇപ്പൊ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൽ ഫിൽ ചെയ്യാം. ഞാൻ ഇന്ന് സ്പ്രെഡബിൾ ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീറ്റ് ചീസ് വേണ്ടവർക്ക് ഷീറ്റ് ചീസും ഉപയോഗിക്കാം. ഷീറ്റ് ചീസ് ആണ് എങ്കിൽ ഇത് ഗ്രില്ല് ചെയ്തൊക്കെ വരുമ്പോൾ ആ ചീസിനെസ്സും കൂടി ഇതിലുണ്ടാവും. അത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് അത്രയും ചീസിനെസ് വേണ്ട, അതുകൊണ്ടാണ് അത് ഇടാത്തത്. അല്ല ബട്ടർ മാത്രം മതി എന്നുള്ളവർക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടും ഇത് ചെയ്യാം. ഇനി ഇതിൽ നല്ലവണ്ണം ഫിൽ ചെയ്യാം. ഇത് നല്ലൊരു ഹെവി ആയിട്ട് കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. ആ പനീറിന്റെയും ഒനിയന്റെയും ക്യാപ്സിക്കത്തിന്റെയും ഒക്കെ കൂടി ഫ്ലേവർ ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഈ സാൻഡ്വിച്ച് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ നോർമൽ പാനിൽ വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ ഗ്രില്ലിലാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ബട്ടർ ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താലും മതി. ഇപ്പൊ ഇതാ നമ്മുടെ ഇതിൽ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി അതിന്റെ മുകളിലും കൂടി കുറച്ച് ബട്ടറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റി കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള സൂപ്പർ സാൻഡ്വിച്ച് ആണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. ബൈ. വളരെ ഹെൽത്തി ആയ നിറയെ വെജിറ്റബിൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിക്കും. നിങ്ങളുടെ ജോലിയുടെ തിരക്കിനിടയിലും ഇത് വളരെയധികം പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഞാൻ കുക്കുംബർ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ചെറുതായി കട്ട് ചെയ്തതാണ്. ഒരു 1/2 കപ്പ് യെല്ലോ ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ക്യാരറ്റ് വലിയ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു 1/2 കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് കാബേജ്. ഇതിലെല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പൊട്ടറ്റോ വേവിച്ച് പീസ് ചെയ്തതാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്. എല്ലാ വെജിറ്റബിൾസും ഇതിലുണ്ട്. ഇതിലിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഇല്ല എങ്കിലും അത് കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 3 ടീസ്പൂൺ നല്ലവണ്ണം 3 ടീസ്പൂൺ എഗ്ലെസ് മയണീസ് ആണ് കേട്ടോ. എഗ്ലെസ് മയണീസിന്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയില്. അത് കണ്ടു നോക്കൂ. ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ താഴെ കൊടുക്കാട്ടോ. ഇനി ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മയണീസ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം. ഇത് നല്ലവണ്ണം മിക്സ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഫില്ല് ചെയ്യാം. ഇതില് എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ചും കൂടി എരിവ് ഇടണം കേട്ടോ.
ഇതിൽ ബട്ടറോ ചീസോ ഒന്നും തന്നെ വേണ്ട. ഇത് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇതിപ്പോ ഗ്രിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഗ്രിൽ ചെയ്യാതെ ഇങ്ങനെയും കഴിക്കാട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കാശ്മീരി ചില്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും. ഇപ്പൊ 2 റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പോയിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് വരണം. ഞാനിതിൽ ഗ്രില്ലിലാണ് ഇന്ന് ഗ്രിൽ ചെയ്യുന്നത്. ഗ്രിൽ ചെയ്യാതെ ഇത് പ്ലെയിൻ ആയിട്ട് ഗ്രിൽ ചെയ്യാതെ ചൂടാക്കാതെ കഴിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പാനിൽ വെച്ചിട്ട് ചെറിയ ചൂടിൽ ടോസ്റ്റ് ചെയ്തിട്ടും എടുക്കാം. ഇത് പ്ലെയിൻ ആയിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. ഇനി അതിന്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പൊ ഗ്രിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടോ, നല്ലവണ്ണം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അത് ടോസ്റ്റ് ആയി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ എത്രത്തോളം മയണീസ് അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നു അത്രത്തോളം ക്രീമി ടെക്സ്ചർ ആവും. ഞാനിപ്പോ ഇതിൽ 3 ടീസ്പൂണേ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചറിൽ ഇരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഈ സാൻഡ്വിച്ച്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇന്നത്തെ സാൻഡ്വിച്ചും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടുണ്ട് കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഓവറായിട്ട് ആവേണ്ട ആവശ്യമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് സോട്ട് ആയിക്കോട്ടെ. ഇനി നമ്മൾ ഇടുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് എരിവിനായിട്ട്. ചില്ലി പൗഡർ ഇടുന്നില്ല ഇതില്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ബട്ടറോ എണ്ണയോ ഇതിലിടുമ്പോൾ നല്ലവണ്ണം വേണം. ഇല്ല എങ്കിൽ ഈ സ്റ്റേജിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഒരു മീഡിയം ഒനിയൻ സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് സോട്ട് ചെയ്യാം. ഒരുപാട് സോട്ട് ചെയ്യണ്ട. കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് നേരം നമ്മൾ സോട്ട് ചെയ്തിട്ട് അതിന്റെ ക്രഞ്ചിനെസ് ഒന്നും കളയരുത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാനേ പാടുള്ളൂ. അപ്പൊ സോട്ട് ആയിട്ടുണ്ട് ഏകദേശം. കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മയോലൊക്കെ ഉപ്പുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്യാം നമുക്കൊന്നും കൂടി. ഇനി അതിലേക്ക് 1 കപ്പ് ക്യാബേജും 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. നീളത്തിലാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിത്. ഏറ്റവും താഴത്തെല്ല, അതിനേക്കാൾ മുകളില്. ഇതിനെയൊക്കെ കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഓവർ കുക്ക്ഡ് ആവരുത്. അപ്പൊ നമുക്ക് ഈ സാൻഡ്വിച്ചിന്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടും. ഇത് നന്നായി ആയിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഒക്കെ ഞാൻ സോട്ട് ചെയ്തിട്ടുള്ളൂ. തണുത്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് ഓഫ് ചെയ്യാം. ഇപ്പൊ തണുത്തപ്പം ഞാൻ ഇതിനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ലെസ് മയണീസ് ആണ്. 2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇടാട്ടോ. ഇപ്പൊ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടറി ആയി പോവരുത് എന്നുള്ളത് കൊണ്ടാണ് മയണീസ് ഞാൻ അത്ര തിക്കായി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിലെ ബട്ടറോ ചീസോ ഒന്നും തന്നെ തേക്കുന്നില്ല കേട്ടോ. ഈ മയണീസിന്റെ ഈ മിക്സ് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ സാൻഡ്വിച്ചിന് കൊടുക്കുക. ഹെൽത്തിയാണ്. ഉള്ളിയും ക്യാബേജും ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ് ഇത്. മയണീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തിൽ കൂടുതൽ വെക്കരുത് കേട്ടോ ഒരിക്കലും. കാരണം അത് പാലിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അധിക ദിവസം വെക്കരുത്. ഇത് ഫില്ലായിട്ടുണ്ട്. ഇനി 2 എണ്ണം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഇവിടുന്ന് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് തന്നെ പാനിലേക്ക് കൊണ്ടുപോയിട്ട് ചൂടാക്കാൻ വെക്കാം. പാൻ ഇപ്പൊ ഇതാ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം. എനിക്ക് മുകളിൽ ഞാൻ ആദ്യം തന്നെ നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ട് ടോസ്റ്റ് ആയ മാതിരി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അടിയിലിടുമ്പോൾ നമുക്കൊരു സൈഡിൽ മാത്രമേ ബട്ടർ ആവുന്നുള്ളൂ എന്നൊരു ഫീൽ വരാറുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ മറിച്ചിട്ട് നോക്കാം. അപ്പൊ ദാ നമ്മുടെ സാൻഡ്വിച്ച് അടിപൊളിയായിട്ടുണ്ട്. വളരെ ലോയിലൊന്നും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം നമുക്ക് ഉള്ളിലുള്ള ആ വെജിറ്റബിളിന്റെ ഒക്കെ ക്രഞ്ചിനെസ് നമുക്ക് കിട്ടണം. അപ്പൊ ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. 2 സൈഡും നന്നായി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ ഇനി വാങ്ങിയെടുക്കാം. അപ്പൊ ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് തന്നെയാണ്.
ഇത് കണ്ടോ, നമ്മുടെ ആ ക്യാപ്സിക്കവും ഒനിയനും ഒക്കെ ആയിട്ട് മയണൈസിന്റെ ഒരു ക്രീമിനെസ്സും ഒക്കെ കൂടി നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും എന്തായാലും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു. ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ് ഇന്നത്തെ വിഭവം. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഒനിയനാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ്. അതിലേക്ക് ഒരു 1.5 കപ്പ് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ഇടുന്നുണ്ട്. ടൊമാറ്റോന്റെ സീഡൊക്കെ കളഞ്ഞ വെള്ളമൊക്കെ കളഞ്ഞതാണ്, ഒരുപാട് പഴുത്തതല്ല കേട്ടോ, ഒരു ക്രഞ്ചിനെസ് ഉള്ളതാണ്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചോപ്പ് ചെയ്തത്. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയുടെ ഇല ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, ഉപ്പും മസാലകളും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വറുത്ത ജീരകത്തിന്റെ പൊടി, ഒരു 1/4 ടീസ്പൂണോളം ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. മുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് ഇടാം കേട്ടോ. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് കമ്പൾസറി അല്ല കേട്ടോ, പക്ഷെ ചീസ് ഉണ്ടെങ്കിൽ ആ ഒരു ചീസി ഫ്ലേവറും ടേസ്റ്റും കിട്ടാനാണ് ചീസ് ഇടുന്നത്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ സ്ഥലത്തിലും ആവട്ടെ, ഉപ്പൊക്കെ നോക്കാൻ മറക്കരുത്. ഇത് റെഡി ആയിട്ട് ഇനി നമുക്കിതിനെ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിലേക്ക് സ്പ്രെഡബിൾ ബട്ടർ ആണ് കേട്ടോ തേച്ച് കൊടുക്കുന്ന. ബട്ടർ എടുത്ത് കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ടർ നന്നായി തേച്ച് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്ന ഹെൽത്തിയുമായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. നമുക്കിതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ജോലിക്കാർക്കൊക്കെ വളരെ എന്താ പറയാ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. ഫില്ലിംഗ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഷീറ്റ് ചീസും കൂടി വെച്ച് കൊടുക്കാം. അപ്പൊ 1 സൈഡ് ബട്ടർ 1 സൈഡ് ചീസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് കമ്പൽസറി അല്ല. ഇനി ഞാനൊരു ബ്രെഡും കൂടി വെച്ച് കൊടുത്ത് ഇതിനെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫില്ല് ചെയ്യാം. അപ്പൊ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇത്തവണ ഞാൻ ചെയ്യുന്നത് ഗ്രില്ലിലല്ല, നോർമൽ പാനിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലും കൂടി ലേശം ബട്ടർ ഒന്ന് തേച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ നല്ലതാട്ടോ. അപ്പൊ ഉള്ളിലുള്ളതൊക്കെ നന്നായിട്ട് സെറ്റ് ആവും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്, ലോ ടു മീഡിയം ഫ്ലെയിമില്. നമ്മൾ ഇട്ടിട്ടുള്ള ചീസൊക്കെ ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ആവാനുള്ള ഒരു ടൈം വേണമല്ലോ. ആ ഒരു അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പൊ ഇതായിട്ടുണ്ട് നന്നായിട്ട്. കണ്ടോ, നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ ചീസും ബട്ടറും ഒക്കെ കൂടി. ഇപ്പൊ ഇത് റെഡി ആവുന്നുണ്ട്. എന്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിക്കാൻ മറക്കരുത് കേട്ടോ. അല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് നോക്കാം. 2 സൈഡും ആയില്ലെന്ന്. 2 സൈഡും പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം എങ്ങനെയുണ്ട്, ഉള്ളിലുള്ള ചീസൊക്കെ മെൽട്ടായോ എന്നൊക്കെ നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഉള്ളിലുള്ള ചീസൊക്കെ വളരെ നന്നായി മെൽട്ടായിട്ടുണ്ട്. ടൊമാറ്റോവിന്റെയും ക്യാരറ്റിന്റെയും ഒനിയന്റെ ഒക്കെ ആ ക്രഞ്ചിനെസ്സും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സാൻഡ്വിച്ച് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. ആ ഒരു ക്രഞ്ചിനെസ്സും ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആൻഡ് ഹെൽത്തി വിഭവമാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.